ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ കൂട്ടണം കേട്ടോ. അപ്പോൾ അതാ 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാനും നന്ദുമോളും അനീഷേട്ടനും കൂടി അമ്പലത്തിൽ ഉത്സവമാണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രാത്രിയിലൊന്ന് പോവുകയാണ്, ഡാൻസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു 7:30 ആയിന്. അപ്പം 7:30 ആയപ്പോൾ അവിടെ എത്തിയാണ് കേട്ടോ. നേരത്തെ തുടങ്ങിയാണ് ഡാൻസ്, 5 മണിക്ക് തുടങ്ങിയാണ്. കാരണം ഒരുപാട് ഡാൻസ് ഉണ്ട്. ഒരുപാട് ഡാൻസ് പറഞ്ഞാൽ ഒരുപാട് ഡാൻസ് ഉണ്ട് ഈ പ്രാവശ്യം പറഞ്ഞു കേട്ടോ കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണാമെന്നുള്ള ആ ഒരു ഇതിൽ പോകുന്നതാണേ. അപ്പോൾ അച്ഛനും മോളും നല്ല സ്റ്റണ്ട് കൂടി നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാനും അവരെ ബാക്കിൽ അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൈറ്റും തോരണങ്ങളും നല്ല അടിപൊളി കേട്ടോ, നല്ല കാഴ്ച രാത്രിയിൽ. അപ്പോൾ ഞാൻ എന്നെയും കൂടി ഒന്ന് വീഡിയോ എടുക്കണ്ടേ അല്ലേ. അപ്പോൾ ഞാനുണ്ടോ ഇല്ലയെന്ന് എല്ലാവർക്കും ഒന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ ഇവരുടെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ മുന്നിൽ അടിപൊളിയായിട്ട് നടക്കുക. അച്ഛനും മോളും എന്താ പറയുക, എങ്ങോട്ടും പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ് ഇന്നലത്തെ വീഡിയോയിൽ കരിങ്കാളി ക്ഷേത്രത്തിലാണ് ഉത്സവം, ആ ക്ഷേത്രം തന്നെയാണ് ഇട്ടത്. അപ്പോൾ ക്ഷേത്രം അവിടേക്കാണ് ഞങ്ങൾ ഇതാ നേരെ സ്റ്റേജ് പരിപാടി നടക്കുന്നിടത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാർഡ് മെമ്പറൊക്കെ മുന്നിൽ സ്പീഡിൽ പോകുന്നുണ്ട്. അവിടെ പ്രഭാഷണം കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ മൂപ്പർക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് വേഗം പോരെന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പരും നടക്കണത് കേട്ടോ. അപ്പോൾ ഓരെല്ലാവരും മുന്നിലേക്ക് അങ്ങനെ പോയി. പക്ഷെ ഇവിടുന്ന് കുറച്ചിങ്ങനെ കയറി അങ്ങോട്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ സ്റ്റേജുള്ള സ്ഥലത്തെ ലൈറ്റൊക്കെ അതാ കാണുന്നുണ്ട്. അവിടെ ഭയങ്കര ഇരുട്ടാട്ടോ. അത് ഭയങ്കര കാട് പ്രദേശമാണ്. ഉത്സവം പ്രമാണിച്ച് ഇവിടെയൊക്കെ നന്നാക്കി വെട്ടി തെളിയിക്കുന്നതാണ് കേട്ടോ കാടൊക്കെ. അപ്പോൾ ഒരുപാട് ദിവസം മുന്നേ തുടങ്ങിയ പരിപാടിയാന്ന് തോന്നുന്നുണ്ട്, വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. ഇതാ അച്ഛനും മോളും മുന്നിൽ കൈ പിടിച്ച് ഇങ്ങനെ ആക്കം പോലെ കയറി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കയറ്റം പോലെയൊക്കെയാണ് സ്ഥലമുള്ളത്. അങ്ങനെ ഞങ്ങൾ എത്താനായി കേട്ടോ. ഒരുപാട് നടക്കാനൊന്നും ഇല്ല കേട്ടോ. അതങ്ങനെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ തോന്നുന്നതാണ് ഒരുപാട് നടക്കാണ്ടെന്ന്. ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നാളെ രാവിലെ അന്നദാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി എന്താ പറ്റുക എങ്ങനെയാ ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ 2-3 സ്ഥലത്ത് പോകാനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ സ്റ്റേജുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് ദൂരേന്ന്. അപ്പോൾ ഇവിടെ മുഖ്യ അതിഥിയായിട്ട് നമ്മളെ സീരിയലും സിനിമാ നടനൊക്കെ ആയ എന്താ പറയുക എല്ലിക്കെട്ട് നമ്പൂതിരിപ്പാട് ആണ് ഇവിടുത്തെ ഗസ്റ്റ് കേട്ടോ. അപ്പം മൂപ്പരം എല്ലാവരും സ്റ്റേജിൽ സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പോഴേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയാണ്. ഡാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. കുറേ ഡാൻസ് 5 മണിക്ക് തുടങ്ങിയിട്ട് കഴിഞ്ഞെന്നും പറയുന്നുണ്ട്. കുട്ടികളുടെ ഡാൻസുകൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഡാൻസൊക്കെ കഴിഞ്ഞിന്. ഇനി വലിയ വലിയ ആൾക്കാരെ കൈകൊട്ടിക്കളി, തിരുവാതിര അങ്ങനെയുള്ള ഓരോ കളികളുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഈ ലൈറ്റ് വെച്ചത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. 5 കളറുണ്ട്. അപ്പോൾ ഒരു അടിപൊളിയിലെ നല്ല ഭംഗി. മുളങ്കൂട്ടാണ് കേട്ടോ അവിടെ ഉള്ളത്. ആ മുളങ്കൂട്ടത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ലൈറ്റ് കൊണ്ടുപോയി വെച്ചതാണ്, കളർ ലൈറ്റ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ വരാം, നിങ്ങൾ അവിടെ പോയി ഇരുന്നോളി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും നന്ദുമോളും കൂടി അവിടേക്ക് പോയി ഇരിക്കാൻ വേണ്ടി പോയി. അനീഷേട്ടൻ ഇപ്പോൾ വരാറിന് പോയി. അങ്ങനൊരു സൈഡിലേക്ക് ആട്ടോ സീറ്റ് കിട്ടിയത്. മുന്നിലെ സീറ്റൊക്കെ നല്ല ഫുള്ളാണ്. എന്നാലും സൈഡിൽ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കേട്ടോ. കാരണം പെട്ടെന്ന് കാണണമെങ്കിൽ മുന്നിൽ തന്നെ ഇരിക്കേണ്ടല്ലേ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും വലിയ വലിയ ചേച്ചിമാരായാലും അനിയത്തിമാരായാലും ഓരെല്ലാവരും കൈക്കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ഘാടനമാണ് കേട്ടോ. ഉദ്ഘാടനത്തിന് ഇതാ നമ്പൂതിരിപ്പാടാണ് തിരി കൊളുത്തുന്നത് ആദ്യമായിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത്, കാരണം എല്ലാവർക്കും ഒരു കാഴ്ചയല്ലേ. അപ്പം ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവരും മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നമ്പൂതിരിപ്പാട് വിളക്കെത്തിച്ചിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ ഇവരെ കാണുന്നത്. ഇതിന് മുന്നേ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട് ഉദ്ഘാടനം കഴിക്കാൻ വന്നതൊക്കെ. അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാർ സ്റ്റേജിൽ മുഖ്യ അതിഥികളായിട്ടുണ്ട് കേട്ടോ. അവരൊക്കെയാണ് ഓരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ കുട്ടി നല്ല റെക്കോർഡും കാര്യങ്ങളൊക്കെ നേടിയൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഓരൊക്കെ വിളക്കത്തിക്കാനായിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വെച്ചാൽ അത്രയ്ക്കും തിരക്കുണ്ട്. ഈ സമയം ആയപ്പോഴേക്ക് തന്നെ ഒരുപാട് ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ അതിശയം. അപ്പോൾ എൻ്റെ പറഞ്ഞു എന്തായാലും കാണാമല്ലോ, നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വേഗം മാറ്റി ഇറങ്ങിയതാണ്. വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേഗം പോകുന്നു. ഇനി പോയിട്ട് തിന്നാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ രാത്രിയിലും ഭക്ഷണം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അടുത്തുള്ള വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡാൻസും എല്ലാം ഉണ്ട് കേട്ടോ. ഡാൻസ്, ഭരതനാട്യം, അങ്ങനെ പല ഐറ്റംസ് പരിപാടികളുണ്ട്. അപ്പോൾ അത് കുറച്ച് കണ്ടിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് പോവാൻ. അപ്പോൾ അതുവരെ കുറച്ച് ഇരിക്കുക. ടൈം ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു 8:15 അങ്ങനെയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ പോയിട്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ രാത്രിയായി. മൂപ്പരെ പ്രസംഗമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പിറ്റേന്ന് നേരം വെളുത്തിട്ടുള്ള വീഡിയോസാണ്.
ഞാനും നന്ദമോളും അന്നദാനത്തിന് വേണ്ടിയിട്ട് പോവാട്ടോ. ഉച്ചയായി. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി വരികയെന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ എനിക്ക് ബാങ്കിലും കാര്യങ്ങളൊക്കെ പോവാണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ പോയി വന്നതാ. ഞങ്ങൾ ഉച്ചയ്ക്കുള്ള അന്നദാനത്തിന് വരി നിൽക്കുകയാണ്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വ്യാഴാഴ്ച രാത്രിയത്തെ വീഡിയോയും വെള്ളിയാഴ്ചത്തെ പകലത്തെ വീഡിയോയും കൂടിയാണ്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാർ ചോറൊക്കെ തിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ വന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളിപ്പോൾ അത് എത്തിയത് ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഒരുപാട് വരിയുണ്ട്. ഇനി ഇത് എത്തണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ 2 മണി എന്തായാലും കറക്റ്റ് ആവുമെന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാർ നടന്ന് വരുമ്പം വെയിലാണ് മക്കളെ, സൈഡോട്ട് നിൽക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്നിടത്ത് എല്ലാവരും പറയുന്നുണ്ട് പെട്ടെന്ന് തിന്നണം, എല്ലാവരും വെയിലത്താണ് നിൽക്കണമെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഒരു സമാധാനം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിന് കഴിക്കാൻ ഇരുന്നിട്ടോ. അന്നദാനം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇതാണല്ലോ അല്ലേ. അല്ലാതെ നമ്മളെ വീട്ടിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ ഉണ്ടാക്കാഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മളിതിന് പോകുന്നത്. ഇതൊരു ഭയങ്കര ഒരു രസം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാട്ടോ. അപ്പോൾ കാറ്റടിച്ചപ്പോൾ നമ്മളെ ഇല പറന്നുപോയേ. അപ്പോൾ ഞാൻ ആ ഇല എടുത്ത് നേരെ വെച്ച് കഴുകിയ ഇലയൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങളും കഴുകി ഓരും കഴുകി നല്ല വൃത്തിയുള്ള ഇല തന്നെയാണ്. അപ്പോൾ നന്ദമോളും ഓള ഇലയൊക്കെ കഴുകിയതാണ്. പിന്നെ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളം എൻ്റെ ഇലയിൽ നിന്ന് അങ്ങോട്ട് തെറിച്ചപ്പോൾ ഓളതൊന്ന് ഒഴിവാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദമോൾക്ക് ചോറുണ്ണാൻ വരാനൊന്ന് വിളിച്ചാലൊക്കെ ഭയങ്കര മടിയാട്ടോ. ഞാൻ ഇല്ല പറയും. ഞാൻ പറഞ്ഞു പോര്, കൊല്ലത്തിലൊരിക്കലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊക്കെ പോവാതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരുന്നാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കട്ടോ. എങ്ങോട്ട് വിളിച്ചാലും വരൂല കേട്ടോ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്. അമ്മ പോയിക്കോ പറയും. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോവുക, ഇവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകാനും ഒരു മടിയാണ്. അതുകൊണ്ട് എത്ര കെഞ്ചിയാലും ഇവരാരും വരൂല കേട്ടോ. പക്ഷേ ഞങ്ങൾ രാവിലെ ഇവിടെ അമ്പലത്തിലൊക്കെ വന്നു പോയതാണ് കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുത് രാവിലെ ചായയൊക്കെ കുടിച്ച് പോയതാണ്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇന്നലത്തെ വീഡിയോയിൽ അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒരു ഓവറായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചാട്ടോ. അപ്പോൾ പപ്പടമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ചോറുണ്ട്, എല്ലാം കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ കിട്ടിയാണ്. ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പപ്പടം അതാ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഉഷാറായിട്ട് തെറിച്ച് പോകും. ഇന്നലെ അങ്ങനെയാണ് കേട്ടോ. ചോറ് വാങ്ങി വരുന്ന ഓരോരുത്തരുടെയും ഇതങ്ങനെ പോയോണ്ടിരിക്കുക പപ്പടം ഫാനിൻ്റെ കാറ്റുകൊണ്ടേ. അപ്പം ഇന്ന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ പായസമൊക്കെ വെച്ച് തന്നിട്ടോ. നല്ല ഗോതമ്പ റവേൻ്റെ തരീൻ്റെ പായസമില്ലേ, അതാണ്. അപ്പോൾ ആ പായസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നോരോന്ന് വെച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറും സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ നല്ല പുളിങ്കറി, പച്ചടി, പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല. പിന്നെ ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട് കേട്ടോ. അപ്പം അവർക്കൊക്കെ ചോറ് കൊടുത്ത് ഞങ്ങൾക്കും ചോറ് നല്ല അടിപൊളി സാമ്പാറുണ്ട്. അതൊക്കെ തിന്നൊന്ന് ഉഷാറാവണമല്ലോ അല്ലേ. അപ്പം നന്ദുമോള് പറയുന്നുണ്ട് കേട്ടോ, ഇത്ര ചോറൊന്നും എനിക്ക് വേണ്ടാന്ന്. കാരണം തീരെ തിന്നൂല കേട്ടോ നന്ദു. ഇപ്പം ആയൊരു സ്വഭാവം കേട്ടോ. തിന്നാനൊക്കെ ഭയങ്കര മടിയാണ്. എന്നാലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൂട്ടി കൊണ്ടുപോകണത് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് തിന്നോട്ടെ വിചാരിച്ചിട്ടാ. എന്താ അറിയില്ല, ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര ഒരു ഇതാണ്, താല്പര്യമില്ലായ്മ കേട്ടോ. തിന്നേ ഇല്ല. എന്താ അറിയില്ല, ട്യൂഷനും സ്കൂളിലൊക്കെ പോയി നേരത്തെ പോയി അങ്ങനെ തിന്നാതെ പോയി ശീലിച്ച് ഓൾക്ക് ഇപ്പോൾ അതൊരു ശീലമായി മാറി തന്നെ പറയാം. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ നന്ദമോൾ ഓളെ സ്നേഹിതിനെ കണ്ടപ്പോൾ ഒന്ന് വർത്താനം പറയാൻ പോട്ടെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നാൽ പോയിക്കോ. ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള 2 ആൾക്കാരും തമ്മിൽ അവിടെ ഇരുന്നിട്ടോ. അപ്പോൾ ഞങ്ങളിതാ അന്നദാനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരികയാണ്. അപ്പം കുറേ നേരം അവിടെ ഇരുന്ന് കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ വരികട്ടെ. അപ്പോൾ ഒരു വെയിലല്ലേ. അപ്പോൾ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. ഇനി രാത്രിയിൽ കുറച്ച് ഡാൻസൊക്കെ ഉണ്ട്. ഇന്നും മെഗാ തിരുവാതിര കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റിയാൽ പോവണം. അനീഷേട്ടൻ സമ്മതിച്ചാൽ പോവാം. കാരണം ഇന്നലെയും പോയില്ലേ. അപ്പോൾ ഇന്നലെ വരുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിന്, 12:30 ആയിന് രാത്രിയിൽ വരുമ്പോൾ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ചിലപ്പം പറയും പോവണ്ട, എങ്ങനെയാണ് ഉറക്കൊഴിഞ്ഞിരിക്കുകയെന്ന് പറയും. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. നന്ദമോൾക്ക് പോകണമെന്നുണ്ട്. അവളെ കൂടെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റം കാര്യങ്ങളും ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പം അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6:30 തുടങ്ങും. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ നമ്മളെ പാപ്പുമോൾ ഞങ്ങളെ കൊല്ലങ്ങളായിട്ട് കാണാത്ത കളിയായിട്ടോ കളിക്കുന്നത്. അപ്പോൾ ഇവർ ഭയങ്കര ഡാൻസ് ഇട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ എടുക്കല്ല അമ്മ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടോ. നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ കിട്ടണ്ടല്ലേ. അപ്പോൾ ഇവർക്ക് പാപ്പു ഇവരുടെ അടുത്തേക്ക് നന്ദുമോളുടെ അടുത്തേക്ക് ഓടി വന്നതാണ്. അപ്പി അവിടെ ഉണ്ടേനി. അപ്പോൾ ഓൾക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നൊരു പ്രതീതിയാണ് കേട്ടോ അപ്പോൾ അപ്പൂന്. അപ്പോൾ അങ്ങനെ ഓളെ സന്തോഷം. അബി ഓളെ വാലൊക്കെ ഒന്ന് ഈർന്ന് സെറ്റാക്കി കൊടുക്കട്ടെ. അതിനൊന്നും ഓള് സമ്മതിക്കില്ല. ഓൾക്കിപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തൊന്ന് വരണം, ഞാനൊന്ന് എടുക്കണം. അപ്പോൾ ഓള് പിടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വാല് ഈർന്ന് കൊടുക്കാനായിട്ട്. ഇപ്പം പടക്കം പൊട്ടിക്കണ കാരണം ഏത് നേരവും കട്ടിൻ്റെ ചോട്ട് പോയിട്ടാട്ടോ ആൾ ഉറങ്ങണത്. പുറത്ത് കൂട്ടിൽ നിൽക്കണേ ഇല്ല. അവർക്ക് മിണ്ടാപ്രാണികൾക്ക് പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് പേടിയല്ലേ.
അപ്പോൾ എന്തായാലും ഓളെ കട്ടിൻ്റെ വീട്ടിലേക്കൊക്കെയാണ് എന്നും ഇപ്പോൾ പകലിടുന്നത് കേട്ടോ. ഓള് തന്നെ പോയി കിടന്നോളും. അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല, ഉള്ളത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നും കൂടെ കൂട്ടണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ബായ്.